നമസ്തേ. ഇന്ന് ഹിന്ദു ലോകമാണ് അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളിലായിട്ട് ഹിന്ദു കണക്ഷൻസ് വേൾഡ് വൈഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ അഗസ്ത്യമുനിയുടെ ഒരു വീഡിയോ ചെയ്തതിൽ അതിനകത്ത് അഗസ്ത്യമുനിയുടെ സൗത്ത് അമേരിക്കൻ കണക്ഷൻസും മെക്സിക്കോ കണക്ഷൻസും ഒക്കെ മെൻഷൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാനൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഒരു അമേരിക്കനുമായിട്ട് ചെയ്തതിലും സൗത്ത് അമേരിക്കൻ കണക്ഷൻസ് പ്രതിപാദിക്കുകയുണ്ടായി. പല രീതിയിൽ പല ഋഷിവരന്മാരുമായിട്ടും മുരുകനുമായിട്ടും ഒക്കെ കണക്ട് ചെയ്ത് പല പല റീജിയൻസ് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം മഹാബലിയെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. മഹാബലിയുടെ ആ ഒരു കണക്റ്റിംഗ് ദ ഡോട്ട്സ് ടു ഡിഫറെൻറ്റ് റീജൻസ്, അതാണ് ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പം നമ്മൾ ആ ഒരു മിത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, മിത്തോ വാട്ട് എവർ യു കോൾ ഇറ്റ്, ചരിത്രം ഓർ ഹിസ്റ്ററി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഹിരണ്യകശിപുവിൻ്റെ ആ ഒരു ലിനേജിലുള്ള ഒരു മഹാ ചക്രവർത്തിയായിരുന്നു മഹാബലി എന്ന് പറയുന്നത്. ധർമ്മിഷ്ഠനായിരുന്നു. നമുക്കറിയാം, എല്ലാവരും ഒരുപോലെ കണ്ടിരുന്ന ഒരാളായിരുന്നു. ഹൈലി പ്രോസ്പറസ് ആയിരുന്നു. അന്ന് ലോകത്ത് ഏറ്റവും ഹൈലി പ്രോസ്പറസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു മഹാബലി ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ധർമ്മിഷ്ഠനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാ ഏരിയയിലും അഗ്രഗണ്യനായിരുന്നു. അതോടൊപ്പം തന്നെ ദേവന്മാരുമായിട്ട് എഗെയിൻ അതൊരു ഡിസ്പ്യൂട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെക്കോട്ട്, അതായത് സദേൺ റീജിയൻ ടു ആഫ്രിക്ക വരെ ഉള്ള ആൾക്കാരെ അസുരന്മാരെന്ന് കോമൺ ആയിട്ട് പറഞ്ഞിരുന്നു. അന്നും റേസിസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിനെല്ലാം ഉള്ള ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ഞാൻ ഈ പല എപ്പിസോഡുകളിലൂടെ ഞാൻ പറഞ്ഞു പോവാം. നമുക്കിപ്പം മഹാബലിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. നോർത്തിൽ നിന്നാരും അങ്ങനെ അസുര ചക്രവർത്തിയായിട്ട് കണ്ടില്ല. എല്ലാം സൗത്താണ്. രാവണൻ, മഹാബലിയൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ വിഷയത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അപ്പം അത്രയും ധർമ്മിഷ്ഠനും അത്രയും ഏബിളായിട്ടുള്ള ഒരാളും പ്രജകളെയെല്ലാം ഒരുപോലെ കാണുന്ന ഒരാളും അദ്ദേഹം ഭരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഹൈലി പ്രോസ്പർ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ പൊളിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യ അങ്ങോട്ട് കുതിച്ചുയരുകയാണ്. അങ്ങനെ വലിയ ദേവന്മാരെന്ന് പറയുന്ന വലിയ കൺട്രീസിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കെതിരായിട്ട് ഒളിഞ്ഞും നേരിട്ടും ഒക്കെ പല രീതിയിൽ ശത്രുശരങ്ങൾ എയ്യുന്നുണ്ട്. അതിപ്പോൾ ടെററിസം ആയാലും ഒരു സൈബർ വാർഫെയർ ആയാലും എന്തും ആയിക്കോട്ടെ. അത് തന്നെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. പല രാജാക്കന്മാരും പല ഡിമെൻഷൻസിലുള്ള റെംസിലുള്ള ആൾക്കാരും, വെദർ യു കോൾ ഇറ്റ് ദേവാസ്, അസുരാസ്, ഗന്ധർവാസ്, കിന്നരാസ്, ഗണാസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹിരണ്യകശിപു ആ ഒരു ലിനേജിലുള്ള ത്രിലോകജ്ഞാനിയായിട്ടുള്ള ഈ മഹാബലി
ഇന്ദ്രനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഗ്രോത്ത് ഉണ്ടായപ്പോൾ, അതായത് അദ്ദേഹം ഇപ്പോൾ അന്നത്തെ കാലത്ത് 100 അശ്വമേധയാഗം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ദ്രന് തുല്യമാകുമെന്നായിരുന്നു പറയപ്പെടുന്നത്. മഹാബലി 99ാമത്തെ അശ്വമേധയാഗവും കഴിഞ്ഞു, എല്ലാ കഴിവുകളും ആർജിച്ചെടുത്തു, ഒരു ദൈവജ്ഞനെ പോലായി. ഇന്ദ്രൻ്റെ ആ ഒരു സിംഹാസനത്തിനൊരു ത്രട്ട് വരുന്ന ആ ഒരു സമയം ദേവന്മാരെല്ലാം കൂടെ മഹാവിഷ്ണുവിനെ പോയി കാണുന്നു. മഹാബലി ആരാണ്? മഹാവിഷ്ണുവിൻ്റെ ഒരു ഭക്തനാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാവിഷ്ണുവിനെ പോയി കാണുന്നത്. അപ്പോൾ ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ മഹാവിഷ്ണു നോക്കിയപ്പോൾ ഏറ്റവും നല്ല ഭക്തനാണ്, ഒന്നും ധർമ്മിഷ്ഠനാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിനെ ഒരു ഹൗസ് അറസ്റ്റിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു ഐതിഹ്യം പോലെ, ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ പോലെ 3 അടി മണ്ണ് യാചിച്ചു. ഭൂലോകവും എല്ലാം മറ്റുള്ള ലോകങ്ങളെല്ലാം രണ്ടാമത്തേതിൽ കഴിഞ്ഞു. മൂന്നാമത്തേതിൽ വേറെ ഇതില്ലാത്തപ്പോൾ ശിരസ് ഇത് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഐതിഹ്യം എന്തായാലും, സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്നുണ്ടെങ്കിലും, മഹാബലി എന്ന് പറയുന്ന ആ മഹാനായ ചക്രവർത്തിയെ ഒരു ഹൗസ് അറസ്റ്റിൽ സുതല എന്ന് പറയുന്നൊരു സ്ഥലം, അന്നത്തെ ആൾക്കാർക്ക് നമ്മളുടെ വേൾഡിൻ്റെ പല ഏരിയ അറിയില്ല, അതുകൊണ്ട് സുതല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഡേ ഇന്തോനേഷ്യ പറയും. പിന്നെ പല സ്ഥലങ്ങളുണ്ട്. പാതാള എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക വരും. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് പസഫിക് ഓഷ്യൻ കഴിഞ്ഞ് പാതാളമാണ്. അതാണ് ഈസ്റ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ 1 by 1 ആയിട്ട് പോവാം. എല്ലാത്തിനും തെളിവുകളുണ്ട് നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ. രാമായണത്തിൽ പറയുന്നുണ്ട്, എല്ലാത്തിനെ പറ്റിയും, വേൾഡിലെ പല സ്ഥലങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. കമ്മിങ് ബാക്ക്, അപ്പോൾ ഈ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് അതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ഇത് ഒരു ഹൗസ് അറസ്റ്റ് എന്നുള്ള രീതിയിൽ, ഹൗസ് അറസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ മോഡേൺ ഡേ പൊളിറ്റിക്സിൽ നമുക്കറിയാം ഹൗസ് അറസ്റ്റ് ചെയ്ത് പല നേതാക്കന്മാരെയും പല സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുക. അപ്പോൾ ചില ആൾക്കാരെ ഒരു കോവിലൂടെ രാജ്യം പിടിച്ചടക്കി അവരെ ഹൗസ് അറസ്റ്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് അവരെ വിടുക. ഇപ്പോഴത്തെ പ്രസൻറ്റ് പൊളിറ്റിക്സിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബംഗ്ലാദേശിൽ നിന്ന് ഹൗസ് അറസ്റ്റിലെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് റഷ്യയിലോട്ട് പോയ, അങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ സിനാരിയോസ് അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഹൗസ് അറസ്റ്റിൽ മഹാബലിയെ ബാലി എന്ന സ്ഥലം, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ ഇന്തോനേഷ്യയിലെ ബാലി എന്ന സ്ഥലം ഹിന്ദുയിസത്തിൻ്റെ ഒരു മെയിൻ സെൻറ്ററാണ്. അവിടെ ഹിന്ദുസാണ്, അവിടെ ഹിന്ദു ട്രഡീഷൻസാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും അവിടുത്തെ അമ്പലങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ, കേരളത്തിൽ നിന്നുള്ള തക്ഷശിലകളാണ്. ഒരുപാട് സാമ്യമുണ്ട്. ആ ഏരിയയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ബിൽഡിങ്, അമ്പലത്തിൻ്റെ ഓരോ കൊത്തുപണികളും ഇതെല്ലാം കേരളവുമായിട്ടും തമിഴ്നാടുമായിട്ടും നല്ല സാമ്യമുണ്ട്. അവിടുന്ന് തന്നെയാണ് തച്ചന്മാരവിടെ വന്ന് ചെയ്തിട്ടുള്ളതെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. രാമായണം അവിടുത്തെ ഒരു മെയിൻ ഇതാണ്. രാമായണം അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതാണ് ബാലി. അപ്പോൾ ഇത് കൂടുതൽ ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് നിലേഷ് ഷോക്കിൻ്റെ ബുക്കിൽ നിന്ന് തന്നെയാണ്. പിന്നെ വേറൊരു ബുക്ക് കൂടെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. നെക്സ്റ്റ്
എപ്പിസോഡിൽ ഞാൻ പറയാം. ആ എപ്പിസോഡ് കൂടുതലും നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിട്ട് അവിടെയുള്ള ഹിന്ദു കണക്ഷൻസും രാമായണവുമായിട്ടുള്ള ഇതിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഇതാണ് ബാലിയുടെ ആ ഒരു ഹൗസ് അറസ്റ്റ് സ്റ്റോറി പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ ഈ തമിഴ്നാട്ടിൽ ഇപ്പം നമുക്ക് മോഡേൺ സയൻസ് വെച്ച് തന്നെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള ആ ഏരിയ എന്ന് പറയുന്നത് 20,000 ഇയേഴ്സ് വരെ പഴക്കമുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോർട്സ്, അതായത് കപ്പലുകളും അങ്ങനെയൊക്കെയുള്ള പായ്ക്കപ്പലുകൾ അങ്ങനെയൊക്കെയുള്ള പോകാനുള്ള ഒരു ഫെസിലിറ്റി ഈ തമിഴ്നാട്, വിശാഖപട്ടണം, കന്യാകുമാരി ആ തീരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് സയൻറ്റിഫിക്കലി ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിലേഷ് ഷോക്ക് നിങ്ങൾക്കറിയാമല്ലോ, അത് അദ്ദേഹം കൂടുതലും ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആർക്കിയോളജിസ്റ്റിൽ ഒരാളാണ്. അപ്പം എൻഡ് ഓഫ് ദി ഡേ അപ്പോൾ നമ്മളിപ്പം ഈ മഹാബലി അവിടെ ഹൗസ് അറസ്റ്റിൽ നിന്നു. അപ്പോൾ എത്ര നാൾ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് ഇപ്പോൾ അതിനൊന്നും ട്രേസ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളുടെ സൗത്ത് ഇന്ത്യ ഭാഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം സൗത്ത് അമേരിക്കയിലേക്ക് പോവുമായിരുന്നു ചെയ്തിരുന്നത്. അതാണ് ശരിക്കും പാതാളം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ വേൾഡിൻ്റെ എല്ലാ ഭാഗങ്ങളും പല പല പേരുകളിൽ രാമായണത്തിൽ പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 2 ഭാഗങ്ങൾ ആണ് ഇപ്പം പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് സുതലം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇനി പാതാളം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. അത് പറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ബാലി എന്ന് പറയുന്നത്, ബാലിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് വിരോചന എന്നാണ്. വിരോചന എന്നാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്. അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലുള്ള കുറേ ട്രൈബുകൾ, ഞാൻ ഒരു ട്രൈബ് ഡീകോഡ് ചെയ്ത് ഞാൻ സ്റ്റീവൻ മയുടെ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഹിന്ദു കണക്ഷൻസുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രതിപാദിച്ച് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അഗസ്ത്യമുനിയുടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടേക്കുള്ള പല പല ട്രൈബുകൾ, സൗത്ത് അമേരിക്കയിലുള്ള പല പല ട്രൈബുകളിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു പേരാണ് വിരോചക്ക ഇൻക എന്ന് പറയും. ഇൻക ട്രൈബൽസ് ആണ് അതിന് പറയുന്നത്, ഇൻക ട്രൈബ്സ്. അപ്പം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റി. ഈ വിരോചന നമ്മളത് എഴുതി നോക്കിക്കഴിഞ്ഞാൽ വിരോചന എന്നുള്ള ആ ഒരു പേര് നമുക്കത് ഡോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാലി എന്ന് പറയുന്ന വിരോചന എന്ന് പറയുന്ന ആ ലിനേജിലുള്ള ഒരാളാണ്. അവരതിനെ പേരിൽ പോലും അധികം മാറ്റം വരുത്താതെ തന്നെ വിലാചക ഇൻക എന്ന് വിളിക്കുന്നു. ഇൻക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ചിലപ്പോൾ സെയിൻ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വിരാചക എന്നുള്ള പേര് തന്നെ ഒരു ചെറിയൊരു മാറ്റം അതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് ബാലി പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം സൗത്ത് അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സൗത്ത് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ടിവിറ്റി ഹിന്ദു രാമായണവുമായിട്ട് പല പല ഏരിയയിലുള്ള കണക്ടിവിറ്റിയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം.